ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്ന ഭാഗമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അതിന്റെ ഓൾറെഡി 2 ക്ലാസ് കഴിഞ്ഞു. ഇനി അടുത്ത ക്ലാസ് ആണ്. അപ്പൊ ഇതിനകത്ത് നമ്മൾ പറയാനുള്ളത് ഏതാണ്? ആർട്ടിക്കിൾ 24 വരെയുള്ള ചൂഷണത്തിനെതിരായിട്ടുള്ള അവകാശം നമ്മൾ പറഞ്ഞു നിർത്തിയിരുന്നു. ഇനി നമ്മൾ പറയുന്നത് 4ാമത്തെ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ്, മൗലിക അവകാശമാണ് മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം എന്ന് പറയുന്നത്. അത് ഉൾപ്പെടുന്ന ആർട്ടിക്കിൾ ഏതൊക്കെയാണ്? ആർട്ടിക്കിൾ 25 മുതൽ ആർട്ടിക്കിൾ 28 വരെ പറയുന്നത് മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തെ പറ്റിയിട്ടാണ്. അപ്പോൾ നമ്മുടെ ഒരു മതേതരത്വ രാജ്യം എന്ന് പറയുമ്പോൾ എന്താണ് മതേതരത്വം എന്ന് പറയുമ്പോൾ? ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്ക് ഒരു ഔദ്യോഗികമായിട്ടുള്ള മതമില്ല. എന്നാൽ നമ്മൾ ആദ്യം പറഞ്ഞു തുടങ്ങിയപ്പോഴേ പറഞ്ഞു, ഇന്ത്യക്ക് ഔദ്യോഗികമായിട്ടുള്ള ഒരു മതമില്ല. അതായത് ഇപ്പൊ ഹിന്ദു രാഷ്ട്രമാണ്, മുസ്ലിം രാഷ്ട്രമാണ്, ക്രിസ്ത്യൻ രാഷ്ട്രമാണ്, അങ്ങനെ ഇന്ന മതത്തെ വെച്ചുകൊണ്ട് നമുക്ക് രാഷ്ട്രത്തെ നിർവചിക്കാനായിട്ട് പറ്റത്തില്ല. അപ്പം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഔദ്യോഗികമായിട്ടുള്ള ഒരു മതമില്ല. ഒരു മതത്തെയും ഇന്ത്യ പ്രൊമോട്ട് ചെയ്യുന്നില്ല, അതായത് പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഇന്ന മതത്തിൽ നിങ്ങൾ വിശ്വസിക്കണം എന്ന് ഭരണഘടനയിൽ എവിടെയും പറയുന്നില്ല. ഓരോ വ്യക്തിക്കും ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാനായിട്ടുള്ള അവകാശം ഇന്ത്യ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, ഇന്ത്യൻ ഭരണഘടന പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നാൽ മതസ്വാതന്ത്ര്യം എന്ത് ചെയ്യുന്നുണ്ട്? ഭരണഘടനയിൽ ഉറപ്പ് നൽകുന്നുണ്ട്. അതായത് മതത്തെ പ്രൊമോട്ട് ചെയ്യുന്നില്ല. ഇന്ന മതം നല്ലതാണ് അല്ലെങ്കിൽ ഇന്ന മതം ചീത്തയാണ് എന്നുള്ളതൊന്നും ഭരണഘടനയിൽ പറയുന്നില്ല. അതുപോലെ തന്നെ നിങ്ങൾ ഇന്ന മതത്തെ വിശ്വസിക്കണം എന്ന് പ്രോത്സാഹിപ്പിക്കുന്നില്ല. പക്ഷേ മതസ്വാതന്ത്ര്യത്തെ പറ്റി ഭരണഘടന എന്ത് ചെയ്യുന്നുണ്ട്? ഉറപ്പ് നൽകുന്നുണ്ട്. അതാണ് ആർട്ടിക്കിൾ 25 മുതൽ ആർട്ടിക്കിൾ 28 വരെയുള്ള ആർട്ടിക്കിൾസുകൾ പറയുന്നത്. അപ്പോൾ മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം എന്ന് പറയുമ്പോൾ സ്വതന്ത്രമായി ഏത് മതത്തിലും വിശ്വസിക്കുന്നതിനും ആചരിക്കുന്നതിനും ആ മത ആചാരങ്ങൾ തുടർന്നു പോരുന്നതിനും അത് പ്രചരിപ്പിക്കുന്നതിനുമുള്ള അവകാശം ഇന്ത്യയിലുള്ള ഓരോ പൗരനും ഉണ്ട്. അതുപോലെ തന്നെ മതവിഭാഗങ്ങൾക്ക് മത ജീവകാരുണ്യ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിനും അത് നോക്കി നടത്തുന്നതിനുമുള്ള അവകാശവും ഉണ്ടല്ലോ. അതുപോലെ തന്നെ ഏതെങ്കിലും പ്രത്യേക മതത്തിനെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി നികുതികൾ കൊടുക്കുവാൻ നിർബന്ധിക്കുന്നതിനെതിരായിട്ടുള്ള അവകാശമുണ്ട്. അതായത് ഇപ്പോൾ ഒരു മതത്തിൽ വിശ്വസിക്കണം, ആ മതത്തിൽ വിശ്വസിച്ചേ പറ്റൂ എന്ന് കരുതി ആ മതത്തിൽ വിശ്വസിക്കുന്നതിന്റെ പേരിൽ കുറച്ച് നികുതി നൽകണം, അല്ലെങ്കിൽ ആ മതത്തിനെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി നിങ്ങൾ നിർബന്ധിതമായിട്ട് നിങ്ങൾ പൈസ നൽകിയേ പറ്റൂ എന്നൊന്നും നിർബന്ധിക്കാനായിട്ട് ഒരു മതത്തിനും പറ്റില്ല എന്ന് ഭരണഘടന എന്ത് ചെയ്യുന്നുണ്ട്? ഉറപ്പ് നൽകുന്നുണ്ട്. ഇനി നമുക്ക് ഓരോ ആർട്ടിക്കിളിലേക്കും വരാം. ആർട്ടിക്കിൾ 25 ഇത് ഈ പറയുന്ന ആർട്ടിക്കിളുകളൊക്കെ തന്നെ നമുക്കൊന്ന് ജസ്റ്റ് ചിന്തിച്ചാൽ തന്നെ നമുക്ക് പറ്റും, നമ്മൾ ഇങ്ങനെയൊക്കെയാണല്ലോ, അല്ലെങ്കിൽ നമ്മൾ കടന്നു പോകുന്ന ചുറ്റുപാടിൽ അല്ലെങ്കിൽ സമൂഹത്തിൽ ഇന്നതാണല്ലോ സംഭവിക്കുന്നത് എന്ന് നമുക്ക് റിലേറ്റ് ചെയ്ത് ഓർത്ത് വയ്ക്കാവുന്നതേ ഉള്ളൂ. ആർട്ടിക്കിൾ 25 പറയുന്നത് ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കുന്നതിനും ആ മത ആചാരങ്ങൾ ആചരിക്കുന്നതിനുമുള്ള അവകാശം എന്നുള്ളതാണ്. അപ്പോൾ ഇഷ്ടമുള്ള ഒരു മതത്തിൽ വിശ്വസിക്കാം ഒരാൾക്ക്, അത് അവിടുത്തെ മതത്തിലുണ്ടാകുന്ന വിശ്വാസങ്ങൾ ആചരിക്കാം, അതുപോലെ ആ മതത്തെ പ്രചരിപ്പിക്കാം. വേറൊരാൾക്ക് ഉണ്ടാകാത്ത രീതിയിൽ ഇതെല്ലാം ചെയ്യുന്നതിന് ഭരണഘടന അവകാശം നൽകുന്നുണ്ട്. അതാണ് ആർട്ടിക്കിൾ 25 പറയുന്നത്. ഇനി ആർട്ടിക്കിൾ 26 വന്നാൽ മതവിഭാഗങ്ങൾക്ക് മതജീവകാരുണ്യ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിനും അത് നോക്കി നടത്തുന്നതിനും അവകാശമുണ്ട്. ഇപ്പോൾ ഒരു മതം, ഇപ്പൊ ഏതെങ്കിലും ഒരു മതമാണെങ്കിൽ ആ മതവുമായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള മതജീവകാരുണ്യ സ്ഥാപനങ്ങൾ ഉണ്ടെങ്കിൽ ആ സ്ഥാപനങ്ങൾ സ്ഥാപിക്കാം, അവയുമായിട്ട് ബന്ധപ്പെട്ട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്താം. അത് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്താനും അത് നോക്കി നടത്താനും ഒക്കെ ഉള്ള ഒരു അവകാശം പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതാണ് ആർട്ടിക്കിൾ 26 പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ആർട്ടിക്കിൾ 27 വന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും പ്രത്യേക മതത്തിന്റെ പ്രോത്സാഹനത്തിന് വേണ്ടി നികുതികൾ കൊടുക്കാൻ നിർബന്ധിക്കുന്നതിനെതിരായിട്ടുള്ളതാണ് അനുച്ഛേദം 27 എന്ന് പറയുന്നത്. ആർട്ടിക്കിൾ 27 എന്ന് പറയുന്നത് പേ ടാക്സസ് ടു പ്രൊമോട്ട് റിലീജിയൻ, അതായത് അതിനെ ഇല്ലായ്മ ചെയ്യുന്നു എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ ഒരു റിലീജിയൻ അല്ലെങ്കിൽ ഒരു മതത്തിനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ടാക്സസ് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പൊ അതിനെ എതിർക്കുന്ന രീതിയിൽ പറയുന്നതാണ് ആർട്ടിക്കിൾ 27. നമുക്ക് ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാം, അത് പ്രചരിപ്പിക്കാം, പക്ഷേ ആ മതത്തിനെ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഇല്ലാത്ത പൈസ എവിടെന്നെങ്കിലും ഉണ്ടാക്കി കൊണ്ടുവന്ന് കൊടുക്കേണ്ട രീതിയില്ല. അതായത് നികുതി അടയ്ക്കേണ്ട, ആ മതത്തെ വിശ്വസിക്കുന്നതിന്റെ പേരിൽ ആ മതത്തിനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് യാതൊരു വിധത്തിലുള്ള നികുതിയും നൽകേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നതാണ് ആർട്ടിക്കിൾ 27 എന്ന് പറയുന്നത്. ഇനി ആർട്ടിക്കിൾ 28 വന്നു കഴിഞ്ഞാൽ ആർട്ടിക്കിൾ 28 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പറയുന്നത്. ആ 3 നമുക്ക് ഓർത്തു വെക്കാം. ആർട്ടിക്കിൾ 28 പറയുന്ന ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പൂർണ്ണമായും രാഷ്ട്രത്തിന്റെ പണം കൊണ്ട് സംരക്ഷിക്കപ്പെടുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലും മതപരമായ ബോധനം നൽകുവാൻ പാടില്ല എന്ന് പറയുന്നതാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്. അപ്പൊ ആർട്ടിക്കിൾ 28 പറയുന്ന ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പഠിക്കുകയാണ്, വർക്ക് ചെയ്യുകയാണ്, എന്തോ ആണ് ആയിക്കോട്ടെ, ആ വിദ്യാഭ്യാസ സ്ഥാപനം എന്ന് പറയുന്നത് പൂർണ്ണമായും ഗവൺമെന്റിന്റെ അണ്ടർടേക്കിൽ ഉള്ള ഒരു സ്ഥാപനമാണ്, അല്ലെങ്കിൽ ഗവൺമെന്റ് നിയന്ത്രിക്കുന്ന, അല്ലെങ്കിൽ രാഷ്ട്രത്തിന്റെ പണം കൊണ്ട് സംരക്ഷിക്കപ്പെട്ടിരിക്കുന്ന, അല്ലെങ്കിൽ രാഷ്ട്രത്തിന്റെ പണം കൊണ്ട് നടത്തിപ്പോരുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനം. ആ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ഒരു കാരണവശാലും മതപരമായിട്ടുള്ള കാര്യങ്ങൾ പ്രചരിപ്പിക്കുവാനായിട്ട് അല്ലെങ്കിൽ മതപരമായിട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുവാനോ പാടുള്ളതല്ല എന്നാണ് പറയുന്നത്. മതത്തെ പ്രോത്സാഹിപ്പിക്കാൻ പാടുള്ളതല്ല. ഇപ്പൊ ഗവൺമെന്റ് കോളേജസുകളിൽ അല്ലെങ്കിൽ ഗവൺമെന്റ് സ്കൂളുകളിൽ ഒരിക്കലും
മതത്തെ പ്രൊമോട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അതായത് അങ്ങനെ ചെയ്തുകൂടാ എന്നാണ് ആർട്ടിക്കിൾ 28 പറയുന്നത്. കാരണം അത് ഗവൺമെന്റിന്റെ അണ്ടറിൽ നടക്കുന്നതാണ്. അതായത് സർക്കാർ സ്ഥാപനമാണ്. സർക്കാർ പണം കൊടുത്ത് സംരക്ഷിക്കുന്ന സ്ഥാപനമാണ്. അപ്പോൾ അവിടെ മതപരമായിട്ടുള്ള പഠനങ്ങൾ നടത്തുവാനായിട്ട് പാടുള്ളതല്ല. അതേസമയം ഇപ്പം ഹിന്ദുസിന്റെ കേസിൽ ഹിന്ദുക്കൾക്ക് വേണ്ടിയിട്ടുള്ള മതപഠനം നടത്തുന്ന സ്ഥാപനങ്ങളുണ്ട്. ഹിന്ദുമതം പഠിക്കുന്ന സ്ഥാപനങ്ങളുണ്ട്. അതുപോലെ മുസ്ലിംസിന്റെ കേസിൽ മദ്രസ പോലുള്ള സ്ഥാപനങ്ങളിൽ മുസ്ലിം പഠന കേന്ദ്രങ്ങളുണ്ട്. ക്രിസ്ത്യൻസിന്റെയും കേസിൽ ഇത്തരത്തിലുണ്ട്. അപ്പം അങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ അവർ പണം കൊടുത്ത് ആ മാനേജ്മെന്റ് നടത്തുന്ന സ്ഥാപനങ്ങളാണ്. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യാം, അവരുടെ മതത്തെ അവിടെ പഠിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ഒക്കെ ചെയ്യാം. പക്ഷെ അതേസമയം ഒരു രാഷ്ട്രത്തിന്റെ പണം കൊണ്ട് നിർമ്മിക്കുന്ന ഒരു ഗവൺമെന്റ് സ്ഥാപനത്തിൽ ഇത്തരത്തിലുള്ള മതപഠനത്തിനുള്ള സാധ്യതയില്ല എന്ന് പറയുന്നതാണ് ആർട്ടിക്കിൾ 28. അതുപോലെ ആർട്ടിക്കിൾ 28 പറയുന്ന മറ്റൊരു കാര്യം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മതപരമായ പ്രബോധനം നൽകുന്ന ഏതെങ്കിലും ട്രസ്റ്റിന്റെയോ എൻറോൾമെന്റിന്റെയോ കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്ക് ഇത് ബാധകമല്ല. നേരത്തെ പറഞ്ഞത് തന്നെയാണ്. അതായത് ഈ പറയുന്ന ഗവൺമെന്റിന്റെ അണ്ടർടേക്കിൽ അല്ലാത്ത സ്ഥാപനങ്ങൾ, അതായത് മതപരമായി നടക്കുന്ന മാനേജ്മെന്റ് സ്ഥാപനങ്ങളുണ്ടല്ലോ, നേരത്തെ പറഞ്ഞ പോലെ ഹിന്ദുക്കൾക്കും മുസ്ലിംസിനും ക്രിസ്ത്യൻസിനും ബാക്കിയുള്ള മതവിഭാഗക്കാർക്കും അവരുടേതായിട്ടുള്ള സ്ഥാപനങ്ങൾ കാണും, അവർ നടത്തുന്ന പഠന കേന്ദ്രങ്ങൾ കാണും. അവിടെ ഈ പറഞ്ഞത് പ്രശ്നമില്ല. അവിടെ പിന്നെ പഠിപ്പിക്കേണ്ടത് എന്ത് തന്നെയാണ്, അവരവരുടേതായിട്ടുള്ള മതങ്ങൾ പഠിപ്പിക്കുന്നത് കൊണ്ട് പ്രശ്നങ്ങളൊന്നും ഇല്ല. അതുപോലെ തന്നെ സ്റ്റേറ്റിന്റെ സഹായമില്ലാതെ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതപരമായ പ്രവർത്തനങ്ങൾ അനുവദനീയമാണെങ്കിലും പ്രസ്തുത പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുവാൻ ഒരു വ്യക്തിയെയും നിർബന്ധിക്കാൻ പാടുള്ളതല്ല. അത് ഇമ്പോർട്ടൻ്റ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഇത്തരത്തിൽ മാനേജ്മെന്റിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം, ഒരു മതസ്ഥാപനമാണ് എന്നിരിക്കട്ടെ, മതസ്ഥാപനമോ അല്ലാതെ ഗവൺമെന്റിന്റെ സഹായത്തോടു കൂടി അല്ലാതെ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമോ ആയിക്കൊള്ളട്ടെ, എന്ന് കരുതി ആ സ്ഥാപനത്തിൽ വരുന്ന ഒരു കുട്ടിക്ക് അല്ലെങ്കിൽ ആ സ്ഥാപനത്തിൽ വരുന്നവർക്ക് ഈ മതത്തെപ്പറ്റി ഒന്നും പഠിക്കേണ്ട, അല്ലെങ്കിൽ മതപരമായ കാര്യങ്ങളൊന്നും പഠിക്കേണ്ട എന്നുണ്ടെങ്കിൽ അവരെ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. പഠിച്ചേ പറ്റൂ എന്ന് നിർബന്ധിക്കാനോ അല്ലെങ്കിൽ പഠിച്ചേ പറ്റൂ എന്ന് ഭയങ്കര ഇതായിട്ട് ഫോഴ്സ്ഫുള്ളി അവരെ കൊണ്ട് അത് ചെയ്യിപ്പിക്കുവാനോ പാടുള്ളതല്ല. അവർക്ക് ഇഷ്ടമുണ്ട് അത് ചെയ്യണം എന്നുണ്ടെങ്കിൽ മാത്രമേ ആ മതപഠനം കൊണ്ടുപോകാനായിട്ട് പാടുള്ളൂ. അതാണ് പറയുന്നത്. ഈ പറയുന്ന മാനേജ്മെന്റഡ് ആയിട്ടുള്ള സ്ഥാപനങ്ങളിൽ, ഗവൺമെന്റിന്റെ അണ്ടർടേക്കിൽ അല്ലാത്ത സ്ഥാപനത്തിൽ പോലും മതപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്താമെങ്കിലും ആ നടത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വ്യക്തിയെയും എന്ത് ചെയ്യാൻ പാടുള്ളതല്ല, ആ നിർബന്ധിച്ച് അതിലേക്ക് കൊണ്ടുവരാനായിട്ട് പാടുള്ളതല്ല എന്നാണ് ആർട്ടിക്കിൾ 28 പറയുന്ന കാര്യം. ആർട്ടിക്കിൾ 25 പറഞ്ഞു, 26 പറഞ്ഞു, 27 പറഞ്ഞു, 28 ഈ 3 കാര്യങ്ങൾ എന്ത് ചെയ്യുന്നത് പറയുന്നത്. അതുപോലെ തന്നെ നെഹ്റു ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ധാരാളം മതങ്ങളുള്ള ഇന്ത്യയെ പോലൊരു രാജ്യത്തെ ഗവൺമെന്റിന് ആധുനിക കാലഘട്ടത്തിൽ മതേതരത്വത്തിൽ അല്ലാതെ പ്രവർത്തിക്കാൻ സാധ്യമല്ല. നമ്മുടെ ഭരണഘടന മതേതര സങ്കല്പത്തിൽ അധിഷ്ഠിതമായതും മതസ്വാതന്ത്ര്യം അനുവദിക്കുന്നതുമാണ് എന്ന് ജവഹർലാൽ നെഹ്റു പറയുകയുണ്ടായി. എന്താണ് പറഞ്ഞത്? ധാരാളം മതങ്ങളുള്ള ഇന്ത്യയെ പോലൊരു രാജ്യത്തെ ഗവൺമെന്റിന് ആധുനിക കാലഘട്ടത്തിൽ മതേതരത്വത്തിൽ അധിഷ്ഠിതമായല്ലാതെ പ്രവർത്തിക്കാൻ സാധ്യമല്ല. നമ്മുടെ ഭരണഘടന മതേതര സങ്കല്പത്തിൽ അധിഷ്ഠിതമായതും മതസ്വാതന്ത്ര്യം അനുവദിക്കുന്നതുമാണെന്ന് ജവഹർലാൽ നെഹ്റു പറഞ്ഞു. കാരണം നമുക്ക് ഇന്ത്യയിൽ ഒരുപാട് മതങ്ങളുണ്ട്. ഇന്ന മതം മാത്രം വിശ്വസിക്കുക എന്ന് ഇന്ത്യ പ്രൊമോട്ട് ചെയ്യുന്നില്ല. ഇന്ത്യയിൽ ഒരുപാട് മതങ്ങളുണ്ട്. അപ്പം മതേതരത്വം മാത്രമേ ഇന്ത്യയിൽ നടക്കത്തുള്ളൂ. ഒരു മതത്തിൽ മാത്രം വിശ്വസിക്കുക അല്ലെങ്കിൽ ഒരു മതത്തിന്റെ രാഷ്ട്രമാണ്, അങ്ങനെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല. കാരണം ഒരുപാട് മതത്തിൽ വിശ്വസിക്കുന്ന വ്യക്തികളുള്ള പ്രദേശമാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ ഒരു മതസ്വാതന്ത്ര്യം പ്രൊവൈഡ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അത് മാത്രമാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റുന്നത് എന്നാണ് ജവഹർലാൽ നെഹ്റു പറയുന്നത്. അത് തന്നെയാണ് നമ്മൾ ഈ പറയുന്ന ആർട്ടിക്കിളുകളിലൊക്കെ തന്നെ കണ്ടത്. ഓരോ വ്യക്തിക്കും അവനവൻ്റെതായിട്ടുള്ള മതസ്വാതന്ത്ര്യം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഈ പറയുന്ന ആർട്ടിക്കിളുകളിലൂടെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി 5ാമത്തെ മൗലിക അവകാശം, ഫണ്ടമെന്റൽ റൈറ്റ്സിലേക്ക് വരികയാണ്. നമ്മൾ കോഡ് ഓർത്ത് വെച്ചിരിക്കുക, സ്വ ചൂമ്പ സാംഭ എന്ന് ഓർത്ത് വെച്ചിരിക്കുക. അതിനകത്ത് മാ വരെ എത്തി. ഇനി സാമാണ് അല്ലെ. സാം എന്ന് പറയുമ്പോൾ എന്താണ്? സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായിട്ടുള്ള അവകാശമാണ് ഇനി അടുത്ത പറയുന്ന അവകാശം എന്ന് പറയുന്നത്. അത് ആർട്ടിക്കിൾ ഏതൊക്കെയാണ്? ആർട്ടിക്കിൾ 29 ആർട്ടിക്കിൾ 30 സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായിട്ടുള്ള അവകാശത്തിൽ ഉൾപ്പെടുന്നത്. അപ്പൊ ആർട്ടിക്കിൾ ഈ പറയുന്ന സാംസ്കാരികവും വിദ്യാഭ്യാസപരമായിട്ടുള്ള അവകാശം എന്ന് പറയുമ്പോൾ നമുക്ക് സാംസ്കാരിക മേഖലകളിൽ പ്രാവീണ്യം തെളിയിക്കാനും വിദ്യാഭ്യാസ മേഖലകളിലും ഈ പറയുന്ന ന്യൂനപക്ഷങ്ങളെ കൊണ്ടുവരിക എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഈ ആർട്ടിക്കിളുകളിലൂടെ പറയുന്നത്. അത് നമുക്ക് കൂടുതൽ പറയാം. ആർട്ടിക്കിൾ 29 പറയുന്ന കാര്യം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുക എന്നുള്ളതാണ് ആർട്ടിക്കിൾ 29 പറയുന്നത്. അപ്പോൾ ന്യൂനപക്ഷങ്ങൾക്ക് ഉറപ്പ് നൽകുന്ന അവകാശങ്ങൾ, ആ അവകാശങ്ങൾ ഉറപ്പ് നൽകുക എന്ന് പറയുന്നതാണ് ആർട്ടിക്കിൾ 29 പറയുന്നത്. ഇപ്പൊ ന്യൂനപക്ഷങ്ങൾ എന്ന് പറയുമ്പോൾ ഭാഷ, ലിപി, അതുപോലെ സംസ്കാരം എന്നിവയിൽ ഇവർക്ക് സംരക്ഷണം നൽകുക. ന്യൂനപക്ഷ വിഭാഗക്കാർക്ക് ഭാഷയിലും ലിപിയിലും അതുപോലെ അവരുടെ സംസ്കാരത്തിലുമൊക്കെ എന്ത് ചെയ്യുക, ഒരു സംരക്ഷണം നൽകുക എന്നുള്ളതാണ് ഈ പറയുന്ന അനുച്ഛേദം ആർട്ടിക്കിൾ 29 പറയുന്നത്. അപ്പൊ ന്യൂനപക്ഷം എന്ന് പറയുമ്പോൾ ആരൊക്കെയാണ് ഈ ന്യൂനപക്ഷം എന്ന് പറയുന്നത്? ന്യൂനപക്ഷം എന്ന് പറയുമ്പോൾ മതന്യൂനപക്ഷവും ഉണ്ട്, അതുപോലെ തന്നെ ഭാഷാ ന്യൂനപക്ഷമുണ്ട്. നമ്മുടെ ഇന്ത്യയിൽ മതന്യൂനപക്ഷവും ഉണ്ട്, അതുപോലെ തന്നെ ഏതുണ്ട്, ഭാഷാപരമായിട്ടുള്ള ന്യൂനപക്ഷ വിഭാഗക്കാരും ഉണ്ട്. ഈ പറയുന്ന
മതന്യൂനപക്ഷം എന്ന് പറയുമ്പോൾ ഇപ്പം ചില മതങ്ങൾ ഇസ്ലാം, അതുപോലെ സിഖ്, പാഴ്സി, ബുദ്ധ, ജൈന മതങ്ങൾ എന്ന് പറയുന്നത് ന്യൂനപക്ഷ മതവിഭാഗങ്ങളായിട്ടാണ് പറയുന്നത്. അപ്പോൾ അവർക്ക് അവകാശങ്ങളുണ്ട്, മതന്യൂനപക്ഷ അവകാശങ്ങളുണ്ട്. അതുപോലെ ഭാഷാ ന്യൂനപക്ഷ അവകാശങ്ങളുണ്ട്. ഇന്ന ഭാഷ സംസാരിക്കുന്നവർക്ക് അല്ലെങ്കിൽ ഇന്ന ലിപി തുടർന്ന് പോകുന്നവർക്ക് അവർക്കും ന്യൂനപക്ഷങ്ങളായിട്ടാണ് അവരെയും പരിഗണിക്കുന്നത്. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ന്യൂനപക്ഷ വിഭാഗക്കാർക്ക് അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള അവകാശമാണ് ആർട്ടിക്കിൾ 29 പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഭാഷ, ലിപി, സംസ്കാരം എന്നിവയെ സംരക്ഷിക്കുക, അതുപോലെ തന്നെ അവരുടെ പൂർണ്ണമായും സ്റ്റേറ്റിന്റെ കീഴിലോ സ്റ്റേറ്റിന്റെ ധനസഹായത്തോടു കൂടിയോ നടത്തപ്പെടുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതത്തിന്റെയോ വിഭാഗത്തിന്റെയോ ജാതിയുടെയോ ഭാഷയുടെയോ അടിസ്ഥാനത്തിൽ ഒരു ഇന്ത്യൻ പൗരന് അഡ്മിഷൻ നിഷേധിക്കാൻ പാടുള്ളതല്ല. അതും ആർട്ടിക്കിൾ 29 പറയുന്നത്. ഈ ന്യൂനപക്ഷ വിഭാഗക്കാർക്ക് പ്രയോറിറ്റി നൽകുക എന്നതിനോടൊപ്പം തന്നെ സ്റ്റേറ്റിന്റെ അണ്ടർടേക്കിൽ വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനത്തിൽ ആർക്കും എന്ത് ചെയ്യാൻ പാടുള്ളതല്ല, അവർക്ക് ഭാഷയുടെയോ മതത്തിന്റെയോ ഒക്കെ പേരിൽ അല്ലെങ്കിൽ ജാതിയുടെയോ ഒക്കെ അടിസ്ഥാനത്തിൽ അവർ എന്ത് ചെയ്യാൻ പാടുള്ളതല്ല, അവർക്ക് അഡ്മിഷൻ നിഷേധിക്കാനായിട്ട് പാടുള്ളതല്ല. പക്ഷെ എന്ത് ചെയ്യാം, അവർക്ക് മാർക്കിന്റെ അടിസ്ഥാനത്തിൽ, അതാണല്ലോ അഡ്മിഷൻ നടക്കുന്നത്, മാർക്ക് അല്ലെങ്കിൽ അവരുടെ കാലിബറിന്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് നടക്കുന്നത്. അതൊഴിച്ച് മതം, ജാതി, വർഗം, വർണ്ണം, അതുപോലെ ഭാഷ ഇതിന്റെ പേരിലുള്ള രീതിയിൽ വിവേചനം പാടുള്ളതല്ല എന്ന് ആർട്ടിക്കിൾ 29 ഉറപ്പ് നൽകുന്നു. ഇനി അതിൽ വരുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 30 എന്ന് പറയുന്നത്. അതായത് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നതിനും നടത്തുന്നതിനുമുള്ള അവകാശമാണ് ഈ പറയുന്ന ആർട്ടിക്കിൾ 30 എന്ന് പറയുന്നത്. അവിടെ എടുത്തു പറയുന്നുണ്ട്, ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കാണ് ഈ പറയുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അത് ആരംഭിക്കുന്നതിനും നടത്തുന്നതിനുമുള്ള അവകാശമാണ് ആർട്ടിക്കിൾ 30 പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി അടുത്ത അവകാശം എന്ന് പറയുന്നത് ഏതാണ്? ഭരണഘടനാപരമായിട്ടുള്ള പ്രതിവിധിക്കുള്ള അവകാശമാണ്, കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസിനുള്ള അവകാശമാണ് അടുത്ത 6ാമത്തെയും ലാസ്റ്റുമായിട്ടുള്ള മൗലികാവകാശം എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഒരു വ്യക്തിക്ക് മൗലികാവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ എന്ത് ചെയ്യണം എന്നുള്ളതാണ് ഈ ആർട്ടിക്കിളിലൂടെ എന്ത് ചെയ്യുന്നത്, പറഞ്ഞു നൽകുന്നത്. അതിൽ ഉൾപ്പെടുന്ന ഒരു ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 32 എന്ന് പറയുന്നത്. അതായത് ഭരണഘടനാപരമായിട്ടുള്ള പ്രതിവിധിക്കുള്ള അവകാശമാണ് ആർട്ടിക്കിൾ 32 എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഈ ആർട്ടിക്കിൾ പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ഈ പറയുന്ന മൗലിക അവകാശങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ലംഘിക്കപ്പെട്ടു എന്നിരിക്കട്ടെ, അതായത് നമുക്ക് കിട്ടേണ്ട മൗലിക അവകാശമാണ്, അല്ലെങ്കിൽ മൗലിക അവകാശത്തിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം നമുക്ക് ഏതെങ്കിലും തരത്തിൽ ലഭ്യമായിട്ടില്ല എങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ നമുക്ക് ലംഘിക്കപ്പെട്ടിട്ടുണ്ട് എങ്കിൽ, ആ മൗലിക അവകാശങ്ങൾ നമുക്ക് നേടിയെടുക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സുപ്രീം കോടതിയോ ഹൈക്കോടതിയോ ഒക്കെ സമീപിക്കാം. അല്ലെങ്കിൽ ആ മൗലിക അവകാശം നേടിയെടുക്കുന്നതിന് വേണ്ടി നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കോടതിയെ സമീപിക്കാനായിട്ട് പറ്റും. അതാണ് ഭരണഘടനാപരമായിട്ടുള്ള പ്രതിവിധിക്കുള്ള അവകാശം എന്ന് പറയുന്ന ആർട്ടിക്കിൾ 32 എന്ന് പറയുന്നത്. ഈ ആർട്ടിക്കിളിനെ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്നാണ് ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ചത്. അപ്പോൾ ഡോക്ടർ BR അംബേദ്കർ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ച ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 32 എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മൗലിക അവകാശങ്ങളിൽ മൗലികമായത് എന്നറിയപ്പെടുന്ന ആർട്ടിക്കിളും കൂടിയാണ് ആർട്ടിക്കിൾ 32. മൗലിക അവകാശങ്ങളിൽ മൗലികമായത് എന്നറിയപ്പെടുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 32. അപ്പോൾ ആർട്ടിക്കിൾ 32 അനുസരിച്ച് ഏതെങ്കിലും ഒരു മൗലികാവകാശം നമുക്ക് റദ്ദാക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ മൗലികാവകാശം നമുക്ക് എന്ത് ചെയ്യാം, നേടിയെടുക്കാൻ സുപ്രീം കോടതിയോ ഹൈക്കോടതിയോ ഒക്കെ എന്ത് ചെയ്യാം, നമുക്ക് സമീപിക്കാനായിട്ട് പറ്റുമെന്ന് പറയുന്നതാണ് ഈ പറയുന്ന ആർട്ടിക്കിൾ 32. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ആർട്ടിക്കിളുകൾ, ഫണ്ടമെന്റൽ റൈറ്റ്സിലുള്ള ആർട്ടിക്കിളുകളെല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് റിട്ടുകൾ എന്നുള്ളൊരു ഭാഗം പഠിക്കണം. അത് ഈ ഫണ്ടമെന്റൽ റൈറ്റ്സ് അഥവാ മൗലിക അവകാശങ്ങളുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഒരു ഭാഗമാണ് റിട്ടുകൾ. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം.